Audio Jungle. വെൽക്കം ബാക്ക് ടു FTA വ്ലോഗ്. FTA വ്ലോഗിൻ്റെ ഇന്നത്തെ കിടുക്കാച്ചി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീട്ടിലിരുന്ന് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ക്ലാസ്സൊക്കെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനിടയിൽ സ്കിപ്പ് ചെയ്തിട്ട് മറ്റ് യൂട്യൂബിലെ പ്രോഗ്രാമുകൾ, തമാശകളും കോമഡികളൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? പാരൻസിനോട് ഫോണൊക്കെ വാങ്ങിയിട്ട് പഠിക്കാണ്ട് FTA വ്ലോഗിൽ ക്ലാസ് കാണാനുണ്ട്, പഠിക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് നോട്ടൊക്കെ എടുത്തിട്ട് ടേബിളിൽ ഇരിക്കും. എന്നിട്ട് മെല്ലെ പാരൻസിൻ്റെ ശ്രദ്ധ വരാത്ത സമയത്ത് മെല്ലെ സ്കിപ്പ് ചെയ്തിട്ട് മറ്റ് യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയിട്ട് അവിടെ കോമഡികളും അല്ലേ, തമാശകളും കുക്കറി ഷോകളൊക്കെ കണ്ടിരിക്കുമായിരിക്കും അല്ലേ. അത് വേണ്ട കേട്ടോ. അല്ല, എൻ്റെ അമ്പിച്ചുവിൻ്റെ പരിപാടി ഇവിടെ ഇതാട്ടോ. അമ്പിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ വാങ്ങിക്കും, എന്നിട്ട് മെല്ലെ തരികിട് നോക്കിക്കും. ഇതാണ് അമ്പിച്ചുവിൻ്റെ പരിപാടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എവിടെ അമ്പിച്ചു വാ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അമ്പിച്ചൂടെ എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ അമ്പിച്ചു എവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അമ്പിച്ചുവിൻ്റെ ഒരു നല്ലൊരു ഒരു പിന്നെ എന്താണ്, പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടൊക്കെ പോകുന്നൊരു വീഡിയോ ആണ്, മാജിക്കാണ് അമ്പിച്ചു ഇട്ടത്. ഇന്നത്തെ മാജിക് എന്താണ് അമ്പിച്ചു? അമ്പിച്ചു ഇടക്കിടക്ക് ഇങ്ങനെ സസ്പെൻസ് ഇറക്കുന്ന ആളാണ്. നമ്മൾ കഴിഞ്ഞ സോൾഡ് സ്റ്റേറ്റിൽ കുറേയൊക്കെ സസ്പെൻസ് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അമ്പിച്ചു ഒരു ഇൻട്രോ ഒക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇൻട്രോ അമ്പിച്ചു ചെയ്യിച്ചാണ്. അപ്പോൾ ഓക്കെ, അമ്പിച്ചിൻ്റെ മാജിക് എൻ്റെ ഈ ഒരു ഇൻട്രോയ്ക്ക് ശേഷം എന്തായാലും ഇടും. അപ്പോൾ നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഒന്നാമത്തെ ക്ലാസ്സുകൾ എല്ലാവരും കേട്ടു അല്ലേ? അതിനകത്ത് മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി എന്ന് പറയുന്ന ഭാഗത്തിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നല്ലൊരു കിടുകാച്ചിയായിരുന്ന ക്ലാസ്സാണ് സോളുബിലിറ്റി എന്നാൽ എന്ത് അല്ലേ? എന്താണ് സോളുബിലിറ്റി? പഞ്ചസാര വെള്ളത്തിനകത്തേക്ക് ഇട്ട് ലയിപ്പിക്കുന്ന ഒരു ഇൻട്രോ ഒക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലയിപ്പിച്ചാൽ എന്താണ് കിട്ടുക, സാച്ചുറേറ്റ് സൊല്യൂഷൻ എന്നാൽ എന്ത്, പിന്നെ സോളുബിലിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് അഫക്റ്റ് ചെയ്യുക, സോളുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് എന്താണ്, സോളുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്താണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, ഹെൻറീസ് ലോ. ഈ എപ്പിസോഡ് തന്നെ ഹെൻറീസ് ലോ ആണ് ഇമ്പോർട്ടൻറ്റ്. ഹെൻറീസ് ലോ എന്നാൽ എന്ത്? ഹെൻറീസ് ലോ ഓഫ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് നന്നായിട്ട് പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. കണ്ടന്റിലേക്ക് കടക്കാം. സോളുബിലിറ്റി എന്ന് പറയുന്ന പാർട്ടാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോളുബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളെക്കുറിച്ച് പറയുന്നു. ഓക്കെ, സോളുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡും സോളുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡും ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സോളുബിലിറ്റി? സോളുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട് that can be dissolved in a specified quantity of solvent at a given temperature and pressure. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. ഒരു ടെൻഷനും അടിക്കേണ്ട, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് സോളുബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് മാക്സിമം ആവുകയാണെങ്കിൽ, ഒരു സൊല്യൂഷനകത്ത് മാക്സിമം ആവുകയാണെങ്കിൽ, ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സൊല്യൂട്ടാണല്ലോ, സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ഒരു സോൾവെൻറ്റിനകത്ത് മാക്സിമം ആവുകയാണെങ്കിൽ അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവും. ആ സമയത്ത് ആ സബ്സ്റ്റൻസിൻ്റെ അതിനകത്ത് ഉള്ള മാക്സിമം കോൺസെൻട്രേഷനെയാണ് അതിൻ്റെ സോളുബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോളുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ്
amount of solvent to form a saturated solution at a particular temperature and pressure. Okay. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഡിസൊല്യൂഷൻ എന്നാൽ എന്ത്, ക്രിസ്റ്റലൈസേഷൻ എന്നാൽ എന്ത്, അതുപോലെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാൽ എന്ത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാൽ എന്ത് എന്നൊക്കെ നിങ്ങൾ അറിയാനുണ്ട്. ഓക്കെ, നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബീക്കറിനകത്ത് വെള്ളം എടുക്കാം. വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂട്ട് പാർട്ടിക്കിൾ മെല്ലെ 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 ആ വെള്ളത്തിനകത്ത് ഡിസോൾവ് ആകും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡിസൊല്യൂഷൻ. The ability of a solute to dissolve in a solvent is called dissolution. അങ്ങനെ ഡിസൊല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് സം സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ ദ സൊല്യൂഷൻ കൊളൈഡ് വിത്ത് സോളിഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആൻഡ് സെപ്പറേറ്റ് ഔട്ട്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. ഈ ഡിസൊല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സോളിഡ് ആഡ് ചെയ്തു, അത് വെള്ളത്തിനകത്ത് ഇങ്ങനെ ലയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ലയിച്ച് കിടക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾ നമ്മൾ ആഡ് ചെയ്യുന്ന ചില സൊല്യൂട്ട് പാർട്ടിക്കിളുമായി കൊളൈഡ് ചെയ്തിട്ട് അതിൽ നിന്നും ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് പുറത്തേക്ക് വരും, സെപ്പറേറ്റ് ഔട്ട് ആവും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് പ്രോസസ്സും ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഒന്ന് ലയിക്കുകയാണ്, മറ്റത് ലയിച്ച സാധനം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ രണ്ട് പ്രോസസ്സിൻ്റെയും റേറ്റ് എന്താവും? സെയിം ആവും. ലയിക്കുന്നു, പുറത്തേക്ക് വരുന്നു, ലയിക്കുന്നു, പുറത്തേക്ക് വരുന്നു, രണ്ടും ഒരേ സമയത്ത് നടക്കും. Such stage is called dynamic equilibrium. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയം പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നറിയാം. പ്രോസസ് ഈസ് ഗോയിങ് ഓൺ, ബട്ട് നമ്മൾ നോക്കുമ്പോഴത് സ്റ്റാറ്റിക് ആയിരിക്കും അല്ലേ? അത് സ്റ്റോപ്പായിട്ട് പോയാൽ നമുക്ക് തോന്നും. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഒരു കുട്ടി പുറത്തേക്ക് പോകുന്നു, മറ്റൊരു കുട്ടി കയറി വരുന്നു. അപ്പോൾ കുട്ടി പുറത്തേക്ക് പോയി, മറ്റേ കുട്ടി കയറി വന്നു. ക്ലാസ്സിൽ എത്ര കുട്ടികൾ തന്നെയാണ്? 10. വീണ്ടും ഒരു കുട്ടി പുറത്തേക്ക് പോയി, വേറൊരു കുട്ടി കയറി വന്നു. അപ്പോഴേ ക്ലാസ് മുറിക്കകത്ത് എത്ര തന്നെയാണ് കുട്ടികളുണ്ട്? 10 കുട്ടികൾ തന്നെയുണ്ട് അല്ലേ? പക്ഷെ അവിടെ കുട്ടികൾ മാറിക്കൊണ്ടേയിരിക്കുന്നില്ലേ? അതാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ എൻറ്ററിങ് ഇൻ ടു ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ സെപ്പറേറ്റിംഗ് ഔട്ട്. ദാറ്റ് ഈസ് വി ക്യാൻ സേ ഡിസൊല്യൂഷൻ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ക്രിസ്റ്റലൈസേഷൻ. അറ്റ് ദിസ് സ്റ്റേജ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം ടെമ്പറേച്ചറോ പ്രഷറോ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൊല്യൂഷൻ മാറും, അതിൻ്റെ സോളിബിലിറ്റിയുടെ വാല്യൂ ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം കോൺസ്റ്റന്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ളത്. ഓക്കെ, അറ്റ് ദിസ് സ്റ്റേജ് ഞാൻ പറഞ്ഞു സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് സെറ്റ് ടു ബി ഇറ്റ്സ് സോളുബിലിറ്റി. ഓക്കെ, ക്ലിയർ? അപ്പോൾ സോളുബിലിറ്റി എന്ന് പറഞ്ഞ ധാരണ മനസ്സിൽ വന്നെന്ന് വിചാരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസ് വെള്ളത്തിൽ ലയിച്ച് അതിന് പരമാവധി ലയിക്കേണ്ട സ്റ്റേജിലേക്ക് അത് ലയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിന് ഒരു സോളുബിലിറ്റി എന്ന് പറയുന്നത് ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ്. അത്രയേ ഉള്ളൂ. ഓരോ സബ്സ്റ്റൻസിനും ആ സോളുബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദ സൊല്യൂട്ട്, നാച്ചർ ഓഫ് ദ സോൾവെന്റ് എന്നൊക്കെ നമ്മൾ പിന്നീട് പറയും. ഓക്കെ, അത് പോട്ടെ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഫർദർ ഡിസോൾവ്ഡ്. Such solution is called a saturated solution. എന്താണ് saturated solution? In a solution, if no more solute can be further dissolved, വീണ്ടും സൊല്യൂട്ടിന് ഡിസോൾവ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ അത്തരം സൊല്യൂഷനെ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കുമ്പോഴാണ് ആ സൊല്യൂട്ടിന് സോളുബിലിറ്റി ഉണ്ടാവുക. അതാണ് ആ സൊല്യൂട്ടിൻ്റെ മാക്സിമം സോളുബിലിറ്റി എന്ന് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? യെസ്. ഇനി ഈ സൊല്യൂട്ട് ക്യാൻ ബി മോർ ആൻഡ് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ആണെങ്കിൽ അത്തരം സൊല്യൂഷൻ എന്താ വിളിക്കുക? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആദ്യം അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ അതിനകത്തേക്ക് സൊല്യൂട്ട് ലയിച്ചത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവും. അങ്ങനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിന്റെ സോളുബിലിറ്റി മാക്സിമം ആയി. അതാണ് അതിന്റെ സോളുബിലിറ്റി. ക്ലിയർ? ഇതുപോലെ ഗ്യാഷ്യസ് പാർട്ടിക്കിൾ ലിക്വിഡിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാലും ഒരു സോളുബിലിറ്റി കാണിക്കും. അത് ഈ പറഞ്ഞ പോലെ തന്നെയൊക്കെയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം മനസ്സിലായില്ലേ? സോളുബിലിറ്റി എന്നാൽ എന്ത്? ഡെഫിനിഷൻ പറയും. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് that can be dissolved in a specified quantity of solvent to form a saturated solution at a particular temperature and pressure. What is dissolution? What is crystallization? At equilibrium, dynamic equilibrium, rate of dissolution equal to rate of crystallization. At the stage we get a saturated solution. Okay, the substance
at this stage having a particular concentration and is called a solubility. That is unsaturated solution. Okay, clear? Yes. Solubility of solid in liquid. Okay, there are three factors affecting solubility of a solid in liquid. They are nature of the substance, that is nature of the solute and the solvent, temperature, pressure. These are the three factors affecting solubility of a solid in liquid. Let us we can discuss these one by one. First one, nature of the substance, that is nature of solute and the solvent. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഷുഗർ ഇവ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലയിക്കും. എന്നാൽ ബെൻസീൻ ഇട്ട് കഴിഞ്ഞാൽ ലയിക്കില്ല. എന്നാൽ നാഫ്തലീൻ, ആന്ത്രസീൻ പോലുള്ളവ വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലയിക്കില്ല. എന്നാൽ ബെൻസീൻ എന്ന് പറയുന്ന സാധനത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ലയിക്കും. ഇതിന് കാരണം പോളാർ സോൾവെൻസ്, പോളാർ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെൻസ്, നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ നോൺ പോളാർ സോൾവെൻസ്. പൊതുവെ പറയുകയാണെങ്കിൽ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഒരേപോലെയുള്ള ആൾക്കാരുമായിട്ട് കൂടിച്ചേരും. നമ്മളും അങ്ങനെയാണല്ലോ. നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുന്നവരോട് കൂടിയാണ് നമ്മളെപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മുടെ കൺസെപ്റ്റിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോട് നമ്മൾ ജയിച്ചു തരൂലല്ലോ, അവരോട് സംസാരിക്കില്ല, അല്ലേ? അവരോട് കൂടുതൽ അടുപ്പം കാണിക്കില്ല, അല്ലേ? അങ്ങനെയല്ലേ? അതെ. അപ്പോഴാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് വിളിക്കുന്നത്. ഷുഗറും സോഡിയം ക്ലോറൈഡൊക്കെ പോളാർ സൊല്യൂട്ടാണ്, വാട്ടർ ഒരു പോളാർ സോൾവെൻ്റ് ആണ്. അതുകൊണ്ട് അതിനകത്ത് കിട്ടുകഴിഞ്ഞാൽ അത് ലയിക്കുന്നു. എന്നാൽ നാഫ്തലീൻ, ആന്ത്രസീൻ തുടങ്ങിയവയൊക്കെ എന്താണ്? നോൺ പോളാറായ സൊല്യൂട്ടുകളാണ്. ബെൻസീൻ ഒരു നോൺ പോളാറായ ഓർഗാനിക് സോൾവെൻ്റ് ആണ്. അതുകൊണ്ട് ഇത് അതിനകത്ത് കിട്ടുകഴിഞ്ഞാൽ ലയിക്കും. ഇപ്പോൾ കോമൺലി നമ്മളൊരു സൊല്യൂട്ട് എടുത്തിട്ട് ഒരു സോൾവെൻ്റിനകത്തേക്ക് ഇടുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. രണ്ടിൻ്റെയും പൊളാരിറ്റി ഉണ്ടതാണോ, നോൺ പോളാറാണോ, രണ്ടും പോളാറാണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം, നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അവിടെ ഡിസൊല്യൂഷൻ നടക്കണമെന്നില്ല. ക്ലിയർ? അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു ഘടകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. അതാണ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് സാധാരണ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗിവ്സ് സൊല്യൂഷൻ ആണ്, അല്ലേ? യെസ്. അപ്പോൾ സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗിവ്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് ഒരു എൻഡോതെർമിക് പ്രോസസ് ആണ്. നോർമലി അങ്ങനെയാണ്, കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സൊല്യൂട്ട് സോൾവെൻ്റ് ഒക്കെ നമ്മൾ കൂടിച്ചേരുക. അപ്പോൾ ഒരു എൻഡോതെർമിക് ആയ ഒരു പ്രോസസ് എടുത്തു. ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചാലോ? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ കുറക്കാൻ ശ്രമിക്കും. ടെമ്പറേച്ചർ എങ്ങനെയാണ് കുറക്കുക? എൻഡോതെർമിക് റിയാക്ഷൻ നടത്തിയിട്ട്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും, മീൻസ് സോളുബിലിറ്റി വർദ്ധിക്കും. കാരണം ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, രണ്ടും കൂടി ചേർന്ന് സോളുബിൾ ആയിക്കൊണ്ടേയിരിക്കും, സോളുബിലിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ക്ലിയർ? ഇനി പറയണ്ടല്ലോ. യെസ്. ഇനി സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗിവ്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു എക്സോതെർമിക് പ്രോസസ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചാലോ? ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചാൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ കുറക്കാൻ ശ്രമിക്കും, മീൻസ് എൻഡോതെർമിക് ആയിട്ട് നടത്താൻ ശ്രമിക്കും. ഈ റിയാക്ഷൻ എക്സോതെർമിക് ആയതുകൊണ്ട് ഫോർവേഡായിട്ട് നടക്കൂല, മീൻസ് ഡിസൊല്യൂഷൻ നടക്കില്ല, സോളുബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ എക്സോതെർമിക് ആയ പ്രോസസ് ആണെങ്കിൽ സോളുബിലിറ്റി കുറയും, എൻഡോതെർമിക് ആയ പ്രോസസ് ആണെങ്കിൽ സോളുബിലിറ്റി കൂടും. എപ്പോൾ? ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചാൽ. അത്രയോടെ മനസ്സിലാക്കാനുള്ളൂ. റെഡി? ഇനി നമ്മൾ പറയുന്നത് ഇഫക്റ്റ് ഓഫ് പ്രഷറാണ്, അല്ലേ? സോളുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡിൽ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഇല്ല. കാരണം നമ്മൾ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് സോളിഡിനെയും ലിക്വിഡിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സോളിഡ് ആൻഡ് ലിക്വിഡ്സ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ. അതുകൊണ്ട് വി കനോട്ട് ഡിസ്കസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ടല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. എന്ത് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല? സോളുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് പ്രഷർ ഉപയോഗിച്ച്. പ്രഷറിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് നമുക്ക് എഴുതി വെക്കാം. ക്ലിയർ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് പറഞ്ഞു, സോളിബിലിറ്റി പറഞ്ഞു, അതിനെ അഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പഠിച്ചു വെക്കണേ. യെസ്. ഇനി നമ്മൾ പറയുന്നത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. ഗ്യാസ് ലിക്വിഡിൽ നമ്മൾ സോളിബിൾ ആക്കാൻ പോവാണ്.
രണ്ട് ഘടകങ്ങളാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഒന്ന് ഇഫക്റ്റ് ഓഫ് പ്രഷർ, രണ്ട് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇനി ഞാൻ പറയട്ടെ, ഇനി പറയാൻ പോകുന്ന ഇഫക്റ്റ് ഓഫ് പ്രഷറാണ് ഇതുവരെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എപ്പിസോഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എഫക്റ്റ് ഓഫ് പ്രഷർ എന്താണ്? സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡിനകത്തേക്ക് സോളിബിൾ ചെയ്യും. ഒരു ബീക്കറിനകത്ത് വെള്ളം എടുത്തു, വാട്ടർ എടുത്തു, അതിൻ്റെ സർഫസ് കഴിഞ്ഞാൽ മുകളിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും. വ്യത്യസ്ത ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും. നൈട്രജൻ ഗ്യാസ് ഉണ്ടാവും, ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവും, ഹീലിയം ഗ്യാസ് ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡാൾട്ടനും ഹെൻറിയും ഒക്കെ പഠനം നടത്തിയിട്ടുണ്ട്. പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്താണ് റിസൾട്ട് കിട്ടിയെന്ന് അറിയാം. ഈ ലെവലിന് മുകളിൽ നിൽക്കുന്ന ഗ്യാസ്, അതിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാസ് മോളിക്യൂൾസ് ഓരോരുത്തരും കാണിക്കുന്ന പ്രഷർ. നൈട്രജൻ ഗ്യാസ് ഒരു പ്രഷർ കാണിക്കും, ഓക്സിജൻ ഗ്യാസ് വേറൊരു പ്രഷർ കാണിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രഷർ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഗ്യാസ് വെള്ളത്തിനകത്തേക്ക് ലയിക്കും. അപ്പോൾ ലയിച്ചിരിക്കുന്ന ഗ്യാസും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഗ്യാസിൻ്റെ പ്രഷറും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ഹെൻറി കണ്ടെത്തിയത്. ആ ലോയെ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് ലോ. ആ ലോ പറയുന്നത് amount of gas dissolved in a solution is directly proportional to partial pressure of the gas above the surface of the liquid at a particular temperature. ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം, അത് മറക്കരുത്. അത് ടെമ്പറേച്ചർ കൂടുമ്പം ഇത് മാറും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും ഒരു കണ്ടീഷൻ വാരിയബിൾ കഴിഞ്ഞ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന സാധനങ്ങളുണ്ട്. അതിപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയണം. കാരണം അത് മാറുമ്പോഴും മൊത്തം റിസൾട്ടും മാറും. ഓക്കെ, ഡെഫിനിഷൻ പറയും മറ്റേ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, മറ്റേ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ പറയുന്ന കാര്യത്തിൻ്റെ വേരിയേഷൻ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താ ഡെഫിനിഷൻ പറഞ്ഞത്? എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ദ ലിക്വിഡ്. ഈ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബോവ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. മേലെ പ്രഷർ കൂടുമ്പോൾ ഉള്ളിനകത്ത് ലയിക്കുന്ന ഗ്യാസിൻ്റെ എമൗണ്ടും കൂടും. നമുക്ക് സോഡ വാട്ടറൊക്കെ അറിയാമല്ലോ, അത് പിന്നീട് പറയും അപ്ലിക്കേഷനിൽ. മുകളിലെ കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് കൂടുമ്പോഴാണ് സോഡ കുപ്പിക്കകത്ത് വാട്ടറിനകത്ത് സോഡയുടെ എമൗണ്ട് കൂടുതലുണ്ടാവുക അല്ലേ? അപ്പോൾ സോളിബിലിറ്റി വർദ്ധിക്കും ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ. കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അത് മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സാധാരണ ഹെൻറീസ് ലോയ്ക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുക. എന്താണ് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ്? പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് above the surface of the liquid is directly proportional to mole fraction of the gas in the solution. എന്താണ് സ്റ്റേറ്റ്മെന്റ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വാപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വാപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. നമുക്ക് മോൾ ഫ്രാക്ഷൻ അറിയാം. മുകളിലെ ഗ്യാസിൻ്റെ വാപ്പർ പ്രഷർ, മുകളിലെ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ ആ ലിക്വിഡിനകത്ത് വർദ്ധിക്കും. അതായത് മുകളിലെ ഗ്യാസ് നൈട്രജൻ ഗ്യാസ് ആണെങ്കിൽ ആ നൈട്രജൻ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ വർദ്ധിക്കുമ്പോൾ നൈട്രജൻ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ സൊല്യൂഷനകത്ത് വർദ്ധിക്കും. എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ഗ്യാസ് പറഞ്ഞാൽ? നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ആ സൊല്യൂഷൻ്റെ ആകെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആകെ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നിങ്ങൾ മോൾ ഫ്രാക്ഷൻ തൊട്ട് മുമ്പേ എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കൂടുക, വാട്ടറിനകത്ത് കൂടുക എന്ന് പറയാൻ കാരണം നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ വാപ്പർ ഫേസിൽ കൂടുതലാണ്. അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ സൊല്യൂഷനകത്ത് കൂടുതലാണെന്ന് പറയാൻ കാരണം പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഗ്യാസ് ആ വാപ്പർ ഫേസിൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഹെൻറി ലോയുടെ കോമൺ ആയ സ്റ്റേറ്റ്മെൻറ്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വാപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. അവിടെ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ സൊല്യൂഷനകത്ത് കൂടും. അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് സൊല്യൂഷനകത്ത് കൂടും. നമ്പർ ഓഫ് മോൾസ് കൂടിക്കൊണ്ടേയിരിക്കും മുകളിൽ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ. മനസ്സിലായോ? ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നതനുസരിച്ച് ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ സൊല്യൂഷനകത്ത് കൂടും. നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോഴാണ് മോൾ ഫ്രാക്ഷൻ കൂടുക എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ? പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ്. എന്നാലൊരു ഇക്വേഷൻ ആക്കി മാറ്റിക്കൂടെ? എന്താണ് ഇക്വേഷൻ? പാർഷ്യൽ പ്രഷറിന് പി എന്ന് കൊടുക്കാം, മോൾ ഫ്രാക്ഷൻ എക്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. പി പ്രൊപ്പോർഷണൽ ടു എക്സ്, പി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു എക്സ്. എന്താണ് ആ കോൺസ്റ്റന്റ്? കെ എച്ച്. ദ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഹെൻറീസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും? പി ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ്. പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു ഹെൻറീസ് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് മോൾ ഫ്രാക്ഷൻ.
ഓക്കെ, റെഡി അല്ലേ? ക്ലിയർലി ഇത്രയും പറഞ്ഞത്. അത് HCl എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഗ്യാസ് ഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റഡി ചെയ്തത്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലായത് പാർഷ്യൽ പ്രഷർ ഓഫ് HCl ഗ്യാസ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് ലയിക്കുന്നതും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആ ഗ്രാഫ് ശ്രദ്ധിക്കുക അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് HCl ഗ്യാസ് വർദ്ധിക്കുന്നതനുസരിച്ച് മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ഗ്യാസും വർദ്ധിക്കുന്നു. കണ്ടില്ലേ ഗ്രാഫ്? യെസ്, ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാഫിക്കൽ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. ഇനി ഈ ഹെൻറീസ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹെൻറീസ് ലോ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ് ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും ആ ഒരു ഇക്വേഷനും. മറക്കല്ലേ, പ്രത്യേകം പഠിക്കണേ. ഹെൻറീസ് ലോ എന്നാൽ എന്ത്, അതിൻ്റെ ആ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എന്നിട്ട് ആ റിലേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച കാര്യമാണ് ഹെൻറീസ് കോൺസ്റ്റന്റ് KH. എന്താണ് KH? എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് ഹെൻറീസ് കോൺസ്റ്റന്റ് വാല്യൂ. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? ഹെൻറീസ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ദ ഗ്യാസ്. ഓരോ ഗ്യാസിനും ഓരോ ഹെൻറീസ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, നൈട്രജൻ 293 കെൽവിനിൽ KH വാല്യൂ 76 ആണ്. അതേ 293 കെൽവിനിൽ ഓക്സിജന് KH വാല്യൂ 34 ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഗ്യാസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ KH വാല്യൂ ഡിഫറെൻ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, അറ്റ് എ പർട്ടിക്കുലർ പ്രഷർ വെൻ KH വാല്യൂ ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് ഇറ്റ് സോളുബിലിറ്റി ഡിക്രീസസ്. അതായത് നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ പ്രഷർ, പാർഷ്യൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ സമചിഹ്നത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള KH വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ശരിയല്ലേ? അപ്പോഴേ തുല്യമുള്ളൂ. അപ്പോൾ KH വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ ഡിക്രീസ് ചെയ്യും. വെൻ KH വാല്യൂ ഇൻക്രീസസ് സോളുബിലിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസസ് അറ്റ് എ പർട്ടിക്കുലർ പ്രഷർ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഹൈ KH വാല്യൂ ഉള്ള ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ സോളുബിലിറ്റി ഒരു പർട്ടിക്കുലർ പ്രഷറിൽ കുറവായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. മൂന്നാമത്തെ പോയിന്റ് ആണ്, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളുബിലിറ്റി ഡിക്രീസസ് ബിക്കോസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് KH വാല്യൂ ആൾസോ ഇൻക്രീസസ്. ഉദാഹരണത്തിന് നൈട്രജൻ 293 കെൽവിനിൽ KH വാല്യൂ 76 ആണെങ്കിൽ 303 കെൽവിനിൽ എത്രയാണ്? KH വാല്യൂ 88 ആണ്. അതായത് ടെമ്പറേച്ചർ 293 നിന്നും 303 കൂടിയപ്പോൾ KH 76 നിന്നും 88 കൂടി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്സിജൻ അങ്ങനെ തന്നെയാണ്. 293 കെൽവിനിൽ KH 34 ആണെങ്കിൽ 303 കെൽവിനിൽ അത് 46 ആയി വർദ്ധിച്ചു. അതായത് ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ KH വാല്യൂ വർദ്ധിക്കുന്നു. KH വാല്യൂ വർദ്ധിക്കുമ്പോൾ പർട്ടിക്കുലർ പ്രഷറിൽ മോൾ ഫ്രാക്ഷൻ കുറയും. തൊട്ട് മുമ്പത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പം സോളുബിലിറ്റി കുറയും. ദെൻ KH വാല്യൂ ഇൻക്രീസസ് സോളുബിലിറ്റി ഡിക്രീസസ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് പറയാം? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് solubility decreases. But these are the three factors, three characteristics of Henry's constant. If temperature increases, solubility decreases. എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓർത്തു വെക്കുക. അക്വാട്ടിക് ലൈഫ് മോർ കംഫോർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. വൈ? ജലത്തിലുള്ള അക്വാട്ടിക് ലൈഫ്, വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ, അവരുടെയൊക്കെ അക്വാട്ടിക് ലൈഫ് മോർ കംഫോർട്ടബിൾ, കൂടുതൽ സുഖപ്രദമായിരിക്കുന്നത് കോൾഡ് വാട്ടറിലാണ് വാം വാട്ടറിനെ അപേക്ഷിച്ച്, ചൂടുവെള്ളത്തിനെ അപേക്ഷിച്ച്. എന്തുകൊണ്ട്? ആൻസർ എന്താണ്? കോൾഡ് വാട്ടറിലാണ് അവർക്ക് ജീവിക്കാൻ കൂടുതൽ താല്പര്യം. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കുറയുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ സോളുബിലിറ്റി ഓഫ് ഗ്യാസ് കൂടും. അതിനകത്ത് കുറേ ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവും, അവർക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. ടെമ്പറേച്ചർ കുറയുമ്പോൾ, ഇപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതല്ലേ, when temperature increases solubility decreases. തിരിച്ചെങ്ങനെ പറയാ? when temperature decreases solubility increases, solubility of gas increases. ടെമ്പറേച്ചർ കുറയുമ്പോൾ വെള്ളത്തിനകത്ത് ലയിക്കുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് കൂടും, ഓക്സിജൻ്റെ എമൗണ്ട് കൂടും. അതിനകത്തുള്ള മത്സ്യലതാദികൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കിട്ടും. അപ്പോൾ അവർക്ക് ജീവിക്കാൻ താല്പര്യം കോൾഡ് വാട്ടറിലാണ്. അപ്പോൾ അക്വാട്ടിക് ലൈഫ് ഈസ് മോർ കംഫോർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. ഇറ്റ് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് കോൺസെപ്റ്റ് എന്ന് വേണം പറയാം. റെഡി? യെസ്. ഇനി നമ്മൾ പറയുന്നത്
ലാസ്റ്റ് പാർട്ടാണ് അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. തൊട്ട് മുമ്പേ പറഞ്ഞത് ഹെൻറീസ് കോൺസ്റ്റന്റിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഇനി പറയുന്ന 3 എണ്ണം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, സോഫ്റ്റ് വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ സീൽഡ് വിത്ത് ഹൈ പ്രഷർ. വൈ? ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് സീൽ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുന്നു. അപ്പോൾ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആ ലിക്വിഡിനകത്തും വർദ്ധിക്കും. അവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അതിനകത്ത് ബോട്ടിൻ്റെ പ്രതലത്തിൽ വെള്ളത്തിൻ്റെ പ്രതലത്തിനകത്ത് മുകളിൽ വർദ്ധിപ്പിക്കും തോറും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അതിനകത്തേക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെച്ചിട്ട് അധികം അതിനകത്തേക്ക് കുത്തിക്കയറ്റിയിട്ടാണ് നമ്മളത് സീൽ ചെയ്യുന്നത്, അത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആ സോഫ്റ്റ് വാട്ടറിനകത്ത് അല്ലെങ്കിൽ സോഡ വാട്ടറിനകത്തൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. റെഡിയല്ലേ? അപ്പം കാരണം അതിൻ്റെ റീസൺ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോളിബിലിറ്റി. അപ്പോൾ ഒരു അപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ, സ്കൂബ ഡൈവേഴ്സ് വൈൽ ബ്രീത്തിങ് അണ്ടർ വാട്ടർ. ജലത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്കൂബ ഡൈവേഴ്സ് ബ്രീത്ത് ചെയ്യുമ്പോൾ ജലത്തിൻ്റെ അടിയിൽ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഡിസോൾവ്ഡ് ഗ്യാസിൻ്റെ എമൗണ്ടും വളരെ കൂടുതലായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്യാസ് എന്ത് ചെയ്യും? അവിടെ പ്രഷർ കൂടുതലാവുന്നതുകൊണ്ട് ആ സ്കൂബ ഡൈവേഴ്സിൻ്റെ വെള്ളത്തിനടിയിൽ ഡൈവ് ചെയ്യുന്ന സ്കൂബ ഡൈവേഴ്സിൻ്റെ ബ്ലഡിനകത്തേക്ക് ആ ഗ്യാസ് എൻ്റർ ചെയ്യും. കാരണം അവിടെ പ്രഷർ കൂടുന്നു, പാർഷ്യൽ പ്രഷർ കൂടുന്നു. അപ്പോൾ ലിക്വിഡായ ബ്ലഡിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ അവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസ് എൻ്റർ ചെയ്യുന്നു. ദെൻ ദേ റീച്ച് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സീ ലെവൽ. മുകളിലേക്ക് എത്തുമ്പോൾ ഡൈവ് ചെയ്ത് താഴ്ന്ന് നീന്തി മുകളിലേക്ക് എത്തുമ്പോഴോ അവിടെ എന്താണ്? പ്രഷർ വളരെ കുറവാണ്. അപ്പോൾ ഡിസോൾവ് ചെയ്ത ഗ്യാസ് പുറത്തേക്ക് പോകും. അപ്പോൾ അതിനകത്ത് ബബിൾസ് ഫോം ചെയ്യും. ബ്ലഡിനകത്ത് ബ്ലഡ് വെസൽസിനകത്ത് ബബിൾസ് ഫോം ചെയ്യും. അതിനെ നൈട്രജൻ ബബിൾസ് എന്നാണ് വിളിക്കുക. ആ നൈട്രജൻ ബബിൾസ് ബ്ലഡിനകത്ത് വരുമ്പോൾ അത് ബ്ലഡിലെ കാപ്പിലറിയിലേക്കകത്തുള്ള ബ്ലഡിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തും. കാപ്പിലറി ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ബെൻഡ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ഇടയാകും. അപ്പോൾ ഈ ഒരു ബെൻഡ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്, ഡേഞ്ചറസ് ടു ലൈഫാണ്, വളരെ പെയിൻഫുൾ ആണ്. അപ്പം ഈ എക്സസ് ആയിട്ടുള്ള ഈ ഒരു ബബിൾസും നൈട്രജൻ ബബിൾസും അതുപോലെ അതിനകത്തുള്ള ഈ നൈട്രജൻ കണ്ടൻറ്റും നൈട്രജൻ ഗ്യാസിൻ്റെ കണ്ടൻറ്റൊക്കെ ഒരു ഹാംഫുള്ളായ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ സ്കൂബ ഡൈവേഴ്സിനകത്ത് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഹെൻറീസ് ലോ കാരണമാണ്. അതായത് വെള്ളത്തിനടിയിൽ പ്രഷർ കൂടുമ്പോൾ ബ്ലഡിനകത്തേക്കുള്ള ഗ്യാസിൻ്റെ എൻട്രിയും കൂടും, സോളിബിലിറ്റിയും കൂടും. അതുകൊണ്ടാണ് അവിടെ ഗ്യാസ് ബ്ലഡിനകത്തേക്ക് കയറി വരികയും മുകളിൽ വരുമ്പോൾ പ്രഷർ കുറയുന്നു, ഇപ്പോൾ ഗ്യാസ് പുറത്തേക്ക് പോകുന്നു, ഉടനെ അവിടെ ബബിൾ ഫോം ചെയ്യുന്നു. ഇപ്പോൾ ബെൻഡ് എന്ന് പറയുന്നത് ഹെൻറീസ് ലോയുടെ ഒരു കോൺസിക്വൻസ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്കൂബ ഡൈവേഴ്സ് ചെയ്യുന്ന കാര്യമാണ് അവരുടെ എയർ ടാങ്കിനകത്ത് എയറിനെ ഡയലൂട്ടഡ് വിത്ത് ഹീലിയം കൊണ്ട് ഡയലൂട്ട് ചെയ്യും. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് താഴെ പറയുന്ന പ്രകാരമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. 11.7% ഹീലിയം ഉണ്ടാവും, 56.2% നൈട്രജൻ ഉണ്ടാവും, 32.1% ഓക്സിജനും ഉണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ അവസാനത്തെ പോയിന്റാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ മൗണ്ടെയിൻ ക്ലൈംബേഴ്സ്. അവർ സഫർ ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അനോക്സിയ. അവർക്കൊരു ക്ഷീണം ഉണ്ടാവും, അവർക്ക് പൊതുവേ ശ്വസിക്കാനൊരു പ്രയാസം ഉണ്ടാവും. എന്താ കാരണം? ഓക്സിജൻ കണ്ടന്റ് അവർക്ക് കുറവാണ്. അതിന് കാരണം ഡിസോൾവ്ഡ് ആയ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൻ്റെ ടോപ്പ് ലെയറിൽ അവിടെയുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് കുറവായിരിക്കും. കുറവാകുമ്പോൾ ബ്ലഡിനകത്തേക്ക് ഓക്സിജൻ എൻ്റർ ചെയ്യുന്നതും കുറവായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലുകൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോൾ അവർക്ക് ഒരു ക്ഷീണം വരും. ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അപ്പോൾ അനോക്സിയ എന്ന് പറയുന്നതും നമ്മുടെ ഹെൻറീസ് ലോയുടെ ഒരു കോൺസിക്വൻസ് ആണ്. മൗണ്ടെയിൻ ക്ലൈംബേഴ്സ്, മലകൾ കയറുന്ന, എവറസ്റ്റൊക്കെ കയറുന്ന, കൊടുമുടികളൊക്കെ കയറുന്ന ആൾക്കാർ, കുന്നിൻ്റെ മുകളിൽ സീ ലെവലിൽ നിന്ന് വളരെ ഹൈ ലെവലിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ പ്രോബ്ലമാണ് അനോക്സിയ എന്ന് പറയുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അവിടെ കുറവാണ്. ഹൈറ്റ് കൂടുന്നവർ പ്രഷർ കുറയുന്നു, ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് ബ്ലഡിനകത്തേക്ക് അല്ലെങ്കിൽ ശ്വസിച്ച് കിട്ടുന്ന ഓക്സിജൻ എമൗണ്ടും കുറയും. അപ്പം ബോഡിക്കകത്തുള്ള പല കോശങ്ങളും സാധനങ്ങളൊക്കെ ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുന്നു. അവർക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് എപ്പോഴും ഉണ്ടാകും. ഓക്കെ, യെസ്, ഇതാണ് 3 അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ഇനി ഇഫക്റ്റ് ഓഫ് പ്രഷർ ആണ് ഇത്രയും സമയം നമ്മൾ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിനെ കുറിച്ച് പറഞ്ഞത്. ഇനി അവസാനം പറയുന്നതാണ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിനെ എഫക്ട് ചെയ്യുന്ന അവസാനത്തെ പോയിന്റാണ് ടെമ്പറേച്ചർ. നമ്മൾ ലേശാറ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിൻ്റെ കേസിൽ എഫക്റ്റ് ഓഫ്
ടെമ്പറേച്ചർ പറയുമ്പോൾ ലേ ഷാറ്റർ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് പറയുമ്പോഴും ലേ ഷാറ്റർ പ്രിൻസിപ്പിൾ പറയുക. അതായത് ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് നടക്കും, സോളിബിലിറ്റി വർദ്ധിക്കും. എന്നാൽ ആ ഗ്യാസിന് ലിക്വിഡിനകത്തേക്കുള്ള ഡിസൊല്യൂഷൻ ഒരു എക്സോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ ബാക്കോട്ട റിയാക്ഷൻ നടക്കുക, മീൻസ് സോളിബിലിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? ഒന്ന്, തുടക്കത്തിൽ സോളിബിലിറ്റി എന്നാൽ എന്ത് അല്ലേ? സോളിബിലിറ്റിയായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഡിസൊല്യൂഷൻ, ക്രിസ്റ്റലൈസേഷൻ അവർ തമ്മിൽ ഇക്വിലിബ്രിയം ആവുന്ന കാര്യം പറഞ്ഞിട്ട് നേരെ എന്തിലേക്ക് വന്നു? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ പറഞ്ഞു. അതിലൂടെ സോളിബിലിറ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഓക്കെ, തുടർന്ന് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോളിബിലിറ്റി. സോളിബിലിറ്റി ഓഫ് സോളിഡ് ലിക്വിഡ് പറയുമ്പോൾ 3 ഫാക്ടർ. ഒന്ന്, നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് പോളാർ സോൾവെന്റ് ഡിസോൾവ്സ്, പോളാർ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെന്റ് അല്ലേ? അത് പഠിച്ചു. പിന്നെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ലേ ഷാറ്റർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പറഞ്ഞു. പിന്നെ എഫക്റ്റ് ഓഫ് പ്രഷർ ഇവിടെ സാധ്യമല്ല എന്നും പറഞ്ഞു, സോൾഡിൻ്റെ കേസിൽ ലയിക്കുമ്പോൾ. പിന്നെ നമ്മൾ പഠിപ്പിച്ചാണ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അവിടെ 2 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എഫക്റ്റ് ഓഫ് പ്രഷറാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെൻറീസ് ലോ, ആ ഇക്വേഷൻ P=KH/X. അപ്പോൾ അവിടെ KH വന്നു, ഹെൻറീസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഒടുവിൽ പൊതുവായിട്ട് 3 അപ്ലിക്കേഷനും പറഞ്ഞു. ഒടുവിലായിട്ട് നമ്മൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും കൂടി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഓരോ ചാപ്റ്ററും നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വെറുതെ വീഡിയോ കണ്ട് മാത്രം പോയാൽ പോരാ. ക്ലാസ് ഇഷ്ടമാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 2 വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് 256 + 256 ഏകദേശം 500ഓളം കുട്ടികൾ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാൻ ഒരു ഇൻട്രാക്ഷൻ ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. നോട്ട്സ് അവർക്ക് ഷെയർ ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ കൂടുതലായിട്ട് നോട്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ വാട്സപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ലഭ്യമാകും. ഓരോ സമയത്ത് പുതിയ ആൾക്കാർ ചേരുന്നതിനനുസരിച്ച് ഞാൻ ആദ്യം ഇട്ട നോട്ട്സ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിരുന്നതായിരിക്കും. ചിലപ്പോൾ കുറേ സമയം അതിന് ചേർന്നിട്ട് ഒരു റെസ്പോൺസ് കാണാതെ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് കാരണം കണ്ടവർ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് പുതിയ ആൾക്കാർ ചേരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിനകത്ത് നോട്ട് ഇട്ട് തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് നോട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് പേഴ്സണലി അയച്ചു തരാം. അപ്പോൾ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ നോട്ട് ഷെയർ ചെയ്യും. അതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട കെമിസ്ട്രി സംബന്ധമായ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചാനലിലൂടെ വന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് തരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പുതിയ ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എപ്പിസോഡുകളിൽ കയറിയിട്ട് വാട്സപ്പ് ചേരുക. കാരണം ഓൾറെഡി ആദ്യമേ കൊടുത്ത വാട്സപ്പ് ലിങ്കാണ്, അത് ഫുള്ളായിട്ടുണ്ടാവും. പല കുട്ടികളും ഫുള്ളായി ഇനി എനിക്ക് ചേരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഫുള്ളായ ലിങ്കാണ്. ഇപ്പം പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് നമ്പർ 2, നമ്പർ 3 ആയിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയ എപ്പിസോഡിൽ കയറി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരും ഒന്ന് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്ത് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പരമാവധി ഇത് കാണാത്ത കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അതൊരു പ്രൊമോഷനാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ താല്പര്യമുണ്ട് എനിക്ക്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന രസകരമായ മറ്റൊരു സെക്ഷനാണ് അടുത്ത എപ്പിസോഡ്. ആ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.